ആദില നൂറ ഇഷ്യൂ. ആദില നൂറ ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്തായിരുന്നു ഇഷ്യൂ? ഞാൻ മറന്നുപോയല്ലോ. അതായത് ഫൈസൽ ഫൈസൽ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ബിഗ് ബോസ് അല്ല, ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറയുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ഉണ്ട്, കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു വിട്ടു. ഓക്കെ. പിന്നെ ഇയാൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും, അല്ല നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി. ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പം പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വെച്ച് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി. അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ലേ? എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും. പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി, നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBTQന്റെ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡേ ഉള്ളൂ. ഇതിൽ ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി. കഴിഞ്ഞ ദിവസം തൊപ്പി നടത്തിയ ലൈവിനകത്താണ് ആദില നൂറ ഇഷ്യൂവിനെ പറ്റി സംസാരിച്ചത്. അതിനകത്താണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈസൽ ചെയ്തതൊന്നും തെറ്റല്ല, അദ്ദേഹം അവിടെ വെച്ച് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടൊന്നും പെരുമാറിയില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് അതിനുശേഷം ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇട്ടത്, അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അതൊരിക്കലും തെറ്റല്ല എന്നുള്ളൊരു കാര്യമാണ് തൊപ്പി പറയുന്നത്. അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറിയല്ലോ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ് പോസ്റ്റായിട്ട് ഇട്ടതെന്നുള്ളൊരു കാര്യമാണ് തൊപ്പി പറയുന്നത്. നിങ്ങൾ ഇതിലെന്താണ് നിങ്ങളുടെ ചിന്തിക്കുന്നതെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.